എം വിൻസെന്റ് MLA നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ വിൻസെന്റ്, നമസ്കാരം, നമസ്തേ, സ്വാഗതം. വിഴിഞ്ഞത്തിന്, തിരുവനന്തപുരത്തിന്, കേരളത്തിന്, താങ്കളുടെ മണ്ഡലത്തിന്, ഭാരതത്തിന് ഇത് അഭിമാനത്തിൻ്റെ നിമിഷം. എങ്ങനെ താങ്കൾ പ്രതികരിക്കുന്നു ഈ ദിവസം, ഈ നിമിഷം, ഈ രാജകീയ വരവിനെ കുറിച്ച്? അഭിമാനകരം, ആത്മഹർഷം, സന്തോഷം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരമാണ് ഈ ആദ്യത്തെ കപ്പൽ അടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, ഈ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും മുഹൂർത്തമാണ്. വിഴിഞ്ഞം കൊണ്ടുവരാനിരിക്കുന്ന വികസന സാധ്യതകൾ വളരെ അനന്തമായ വികസന സാധ്യതകളാണുള്ളത്. അതെല്ലാം അതിന്റെ എല്ലാം തുടക്കമായി മാറുന്നതിനുള്ള ഒരു മുഹൂർത്തത്തിന്, അതൊക്കെ ആകുന്ന ഒരു മുഹൂർത്തത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ ചരിത്ര മുഹൂർത്തം തന്നെയാണ്. തീർച്ചയായും ചരിത്രം ഇത് വിലയിരുത്തപ്പെടുമ്പോൾ ഈ കാലഘട്ടത്തിലാണല്ലോ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഏറെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം, നമ്മളിത് ഡിസൈൻ ചെയ്തത് 2019 പൂർത്തീകരിക്കുന്നതാണ്. 5 വർഷം നമ്മൾ നിശ്ചയിച്ചതിൽ നിന്നും 5 വർഷം വൈകിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. പക്ഷെ അതൊന്നും ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ 5 വർഷം മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന നേട്ടങ്ങൾ എത്രയാകും എന്നതിനെ കുറിച്ചൊന്നുമുള്ള ചർച്ചകൾക്ക് ഇന്ന് ഈ പ്രസക്തിയില്ല. ഇന്ന് ഉദ്ഘാടനവും നമുക്ക് ഒരു ആത്മഹർഷത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം ഒരു സന്ദർഭമാണ്. കുറച്ചുകൂടെ ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ ഇത് ആരംഭിക്കാമായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പദ്ധതി വരുന്നു, പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുമ്പോൾ അതിനെതിരെ നടന്ന ചില സമരങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഒരുപക്ഷെ ആരെക്കൊണ്ട് സമരം ചെയ്യിച്ചോ അവർക്കടക്കം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അവർക്കടക്കം ഉണ്ടാവേണ്ട അനുകൂല ഘടകങ്ങൾ പോലും മറച്ചു വച്ചുകൊണ്ടുള്ളൊരു സമരം ഈ നാടിൻ്റെ ഒരു ശാപമാണോ? എന്ത് പുതിയ വ്യവസായം വന്നു കഴിഞ്ഞാലും, എന്ത് പുതിയ സംരംഭം വന്നു കഴിഞ്ഞാലും, നാട്ടുകാർക്ക് ഗുണമുള്ള എന്ത് പദ്ധതി വന്നു കഴിഞ്ഞാലും അതിൻ്റെ മുന്നിൽ കിട്ടുന്ന സ്ഥലത്ത്, കടലിലാണെങ്കിലും കരയിലാണെങ്കിലും, കൊടി നാട്ടി അതിനെ എതിർക്കുക, യാഥാർത്ഥ്യങ്ങൾ മറച്ചു വയ്ക്കുക, കാര്യങ്ങൾ വളച്ചൊടിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത്. ശ്രീ വിൻസെന്റ്, ഇത് പ്രദീപ് പിള്ളയാണ്. കേട്ടിരുന്നോ ചോദ്യം? ഏത് സമരത്തെയാണ് പ്രദീപ് പിള്ള ഉദ്ദേശിക്കുന്നത്? വിഴിഞ്ഞം പോർട്ടിനെതിരായി കൊടി കെട്ടി നടന്ന സമരം, ദിവസങ്ങളോളം നീണ്ട സമരം. ആ സമരത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ പ്രദീപ് പിള്ള പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സമരം ഒരു മാസം, ആ വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ ആശങ്കകൾ ആ 7 ആവശ്യങ്ങളിൽ 4ാമതായിട്ടാണ് അവർ വച്ചിരുന്നത്. ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1.5 മാസക്കാലം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സ്ഥിരമായി സമരം ചെയ്തു. ഒരു ചർച്ചയ്ക്ക് പോലും, സമരം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ, ഒരു ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, അവിടെ സമരത്തിന് അവസാനമായപ്പോ സെക്രട്ടേറിയറ്റിനുള്ളിൽ സമരത്തിന് വരുന്നവരുടെ വാഹനങ്ങളും അവരുടെ ആളുകളെയും എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവര് പിന്നെയും ഒരു 2-3 ആഴ്ച സമയം കൊടുത്തിട്ടാണ് ഞങ്ങളുടെ സമരം കൊടുത്തത്. ഒരിക്കലും ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് തന്നെയാണ്. ഞങ്ങള് അവരോടും പറഞ്ഞിട്ടുണ്ട്, സർക്കാരിനോടും ഞങ്ങൾ പറയുന്നത്, നിയമസഭയിലും ഞങ്ങൾ പറഞ്ഞത് തുറമുഖം നിർത്തിവെക്കണം എന്നുള്ള ഒരു അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഗോഡൌണിൽ കിടക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴല്ലേ പരിഹരിക്കപ്പെട്ടത്. അപ്പൊ ആ സമരം ഇവിടേക്ക് വലിച്ചഴച്ചത് ഗവൺമെന്റ് അല്ലേ. ഇവിടേക്ക് വലിച്ചഴച്ച് ആ ഒരു സമരത്തിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുക. ആലോചിക്കുക, ഒരു ഗവൺമെന്റിന്റെ അവധാനത ഇല്ലായ്മയല്ലേ. ഈ എടുത്ത തീരുമാനങ്ങൾ നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഇവിടെ സമരം പോലും വരില്ലായിരുന്നു. പിന്നെ സമരം 3 മാസമോ 4 മാസമോ, ബാക്കി 5 കൊല്ലത്തെ വൈകിയതിന് എന്താണ് പറയാനുള്ളത്? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിലപാട് ഈ സമരം കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തണമെന്നുള്ള ഒരു നിലപാട് ഞങ്ങളുടെ ഞങ്ങൾ നിയമസഭയിലും ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. ഈ സമരക്കാരോടും ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു വാക്ക് പോലും ഈ തുറമുഖത്തിനെതിരായി നാളിതുവരെ, സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കാര്യമല്ലേ, നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു UDFന്റെ നേതാവോ ജനപ്രതിനിധിയോ ആരെങ്കിലും പക്ഷെ പറഞ്ഞിട്ടുണ്ട്
ഈ തുറമുഖത്തിനെതിരായി. അത് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ പലരുമാണ് പറഞ്ഞിട്ടുള്ളത്. ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയതാണ്. അന്ന് കടൽ കൊള്ളയെന്നും 6000 കോടിയുടെ അഴിമതിയൊന്നും പറഞ്ഞ് കേട്ട് അന്ന് ഉമ്മൻചാണ്ടി പകച്ചുപോയെങ്കിൽ ഈ പദ്ധതി ഒന്നും വരില്ലായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സാറ്, എനിക്കിപ്പോ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചിട്ട് 1 വർഷം 18-ാം തീയതി തികയാണ്. വാസ്തവത്തിൽ വലിയ തോതിലുള്ള വികാരം നമ്മുടെ മനസ്സിലെല്ലാം ഒരു ദുഃഖത്തിന്റെ വികാരം ഉണ്ടാവുകയാണ്. ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടങ്ങൾ സഹിക്കുകയും ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുകയും എല്ലാം ചെയ്ത ഉമ്മൻചാണ്ടി സാർ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള ഒരു ദുഃഖം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതും കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ശരി ശ്രീ വിൻസെന്റ്, എന്തായാലും ഇതൊരു പുതിയ സംസ്കാരത്തിന് തുടക്കമാകട്ടെ അല്ലേ ദേവിക? ഈ ഒരു വരവേൽപ്പ് ഈ സ്വാഗതം ചെയ്യാം. കാര്യം, നാളത്തെ ചടങ്ങിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല. സ്വാഭാവികമായും പ്രതിഷേധം ഉയരേണ്ടതാണ്. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളിത് ബഹിഷ്കരിക്കാതെ ഞങ്ങളിതോടെ സഹകരിക്കുകയാണ്. ഇന്നും ഞാൻ തുറമുഖ മന്ത്രി വന്ന് അദ്ദേഹവുമായി ഈ കപ്പലിനെ സ്വീകരിക്കുന്ന ഞങ്ങൾ പോയിരുന്നു. സ്വാഗത സംഘം വിളിക്കുന്ന സമയത്തും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സഹകരിച്ച് എല്ലാത്തിനും യോജിച്ച് നിൽക്കാൻ. പക്ഷെ ഇതിനകത്തൊരു സങ്കുചിതമായ രാഷ്ട്രീയം. പ്രതിപക്ഷ നേതാവിനെ ട്രെയിൻ കൊണ്ടുവന്നപ്പോൾ ചിത്രം വിളിക്കുന്നില്ല. ആലോചിച്ചോ? അപ്പൊ ഇതൊക്കെ ഒരു മനസ്സിന്റെ രാഷ്ട്രീയമായ സങ്കുചിതത്വമാണ്. പക്ഷെ ആ സങ്കുചിതത്വത്തിന്റെ കെണിയിൽ ഞങ്ങൾ വീഴാനില്ല. ഞങ്ങള് ഈ സംരംഭം ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതിയാണ്. അത് തീർച്ചയായും യാഥാർത്ഥ്യമാക്കുന്നതിന് എന്ത് വിട്ടുവീഴ്ചയും ഞങ്ങൾ എത്ര അവഗണിച്ചാലും, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞങ്ങൾ എത്ര അവഗണിച്ചാലും അതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.